എന്താണ് അപ്ഡേറ്റ്? കുറെ നാളെ കണ്ടിട്ടില്ലേ? ആ, അൺഎംപ്ലോയിഡ് ഉണ്ട്, വേറെ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ കുറെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ വീഡിയോൻ്റെ ഇതിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അത് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് കോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3-4 കോളൊക്കെ വന്നായിരുന്നു. ഇന്റർവ്യൂസ് എല്ലാം ഷെഡ്യൂൾ ആയിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. അത് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ചെയ്തു എന്നുള്ളത് പറയാം. ഇപ്പം ഇത്ര നാളുടെ ഉള്ളിൽ ഈ സ്കിൽസിൻ്റെ ഒരു സെക്ഷനൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ പ്രൊജക്ട്സിൻ്റെ സെക്ഷൻ ഒന്ന് റീഡിസൈൻ ചെയ്തു. പിന്നെ ചേഞ്ചസ് ചെയ്ത പ്രൊജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെല്ലോൻ്റെ ഒരു ക്ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഡമ്മി ഡേറ്റയ്ക്ക് മാറ്റി. മറ്റേത് ആപ്പ് റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ അത് ഡമ്മി ഡേറ്റയ്ക്ക് മാറ്റി. അപ്പോൾ പെട്ടെന്ന് ഷോക്കേസ് ചെയ്യാനും ആൾക്കാർക്ക് പെട്ടെന്ന് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്താനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആക്കി. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ റിസൾട്ട് മാനേജ്മെൻറ്റ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് നെക്സ്റ്റ് ഡേയ്സിൻ്റെ പ്രൊജക്റ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അവർക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലാക്കി. ഇതൊക്കെ നെക്സ്റ്റ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ക്ലോൺ പണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഞാൻ നെക്സ്റ്റ് ഡേയ്സിലൊന്ന് റീറൈറ്റ് ചെയ്തു. അപ്പോൾ ഈ ഇമേജസ് ഒക്കെ ഒന്ന് കുറച്ചും കൂടി പെട്ടെന്ന് ലോഡാകാൻ കണ്ടില്ലേ, ഇതൊക്കെ പെട്ടെന്ന് ലോഡായി. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒന്നും കൂടി നമ്മൾ നെക്സ്റ്റ് ഡേയ്സിൽ റീറൈറ്റ് ചെയ്തു. പിന്നെ കൂടുതലും വർക്ക് ചെയ്ത് നമ്മുടെ റെസ്യൂമെ ബിൽഡറിലാണ്. ഇതാണ് നമ്മുടെ റെസ്യൂമെ ബിൽഡർ. നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യാം. ഇപ്പോൾ വേറെ ടെംപ്ലേറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ നമുക്ക് കിട്ടും. നമുക്ക് പഴയ റെസ്യൂമെയും ഇതേപോലെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ അതാണ് റെസ്യൂമെ ബിൽഡർ. പിന്നെ ഇത് ഞാൻ ലിങ്ക്ഡിനിൽ ഒരു ഡിസൈനർ ചെയ്യുന്നത് കണ്ടതാണ്, ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ എനിക്കത് ഒന്ന് കോഡാക്കണം എന്നുണ്ടായിരുന്നു, ഒരു വെബ്സൈറ്റ് ആക്കണമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒരു ഹോബി പ്രൊജക്റ്റാണ്. ചുമ്മാ കുറച്ച് ആനിമേഷനും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം റെസ്പോൺസീവ് ആണ്, നമ്മൾ മൊബൈൽ റെസ്പോൺസീവ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ചെയ്തിരിക്കുന്ന ഒരു ഇമെയിൽ സെൻറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരു മെയിൽ ഉണ്ടാകുമ്പോൾ careers@someone.com അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെയിലായിരിക്കുമല്ലോ. ഈ ഒരു സാധനം മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി സബ്ജക്റ്റ്, ഇമെയിൽ ബോഡി, റെസ്യൂമൊക്കെ നമ്മൾ സെയിമാണ് എല്ലാ പ്രാവശ്യവും പല ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്കിതിങ്ങനെ മൾട്ടിപ്പിൾ സാധനം ചെയ്യുന്ന രീതിയിലാക്കിക്കൂടെ? അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ നമ്മൾ മൾട്ടിപ്പിൾ റെസിപ്പിയൻസിനെ സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് സെൻഡ് ചെയ്യുക. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇത് അത്യാവശ്യം എനിക്ക് ഉപകാരമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് വേറെ ഇമെയിൽ സെൻറ്റർ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ്. പിന്നെ ഇതെൻ്റെ ഒരു പഴയൊരു ക്രോപ്പർ കമ്പോണൻ്റ് ആണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഒരു എന്താ പറയുക, നമുക്കൊരു ഇമേജിനെ ക്രോപ്പ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു കമ്പോണൻറ്റിനെ നമ്മളൊരു ലൈബ്രറി പോലെ ഇറക്കി. അപ്പോൾ ഷാറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഈസിലി നമുക്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇടാം. അപ്പോൾ അതാണ് ഈ ഒരു പ്രൊജക്റ്റ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിൻലി ചെയ്തിട്ടുള്ളൂ. വേറെ ഇപ്പോൾ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്കാലിട്രോയിൽ വരച്ചെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇതിലൊരു ചെറിയൊരു സംസാരം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജിങ്ങിൻ്റെ ഒരു വെബ് ആപ്പ് ഉണ്ടാക്കാനൊരു പ്ലാൻ ഉണ്ട്. അത് എത്രത്തോളം നമുക്ക് സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആപ്പ് റൈറ്റും പിന്നെ നമ്മുടെ റിയാക്റ്റും വെച്ചിട്ടൊരു വെബ് ആപ്പ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ പോകും കണ്ടറിയാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്റർവ്യൂ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഹോബി പ്രൊജക്ട്സ് ആണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചെയ്തത് മാത്രം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇത്ര തന്നെ. ബൈ.